ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാന്താരി അൽഫാമായിട്ടാണ്. നാട്ടിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് കിട്ടിയ പിന്നെ ഒന്നും നോക്കിയില്ല. അത് വച്ചിട്ട് എന്താണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാന്താരി അൽഫാം തന്നെ ഉണ്ടാക്കാന്ന്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വീട്ടിൽ ഒരു ഫ്രൈ പാൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കാന്താരി അൽഫാം. ഇന്നത്തെ കുട്ടികൾക്ക് മന്തിയും അൽഫാമും ഒക്കെ ആണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു കാന്താരി അൽഫാം റെഡിയാക്കാം. അൽഫാം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 4 ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. ലെഗ് പീസാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. വരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞാൽ മസാലയെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ലെമൺ ജ്യൂസ് എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മസാലയെല്ലാം റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് നമ്മളെ മെയിൻ ഐറ്റമായ കാന്താരി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വളരെ പേസ്റ്റ് ആവണ്ട, കുറച്ച് പേസ്റ്റ് ആയാൽ മതി. അത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള തൈര്, ഒരു ചെറിയ ഡബ്ബ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യത്തിന് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകമാണ്. ജീരകമൊക്കെ ചേർക്കുമ്പോഴാണ് അൽഫാമിനൊരു നല്ല മണമൊക്കെ വരുന്നത്. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും റെസ്റ്റോറൻറ്റിൽ പോവേണ്ട ആവശ്യമില്ല. ഈ സാധനങ്ങളെല്ലാം നമ്മളെ വീട്ടിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു മിശ്രിതം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമുക്ക് വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ 2 വശവും നന്നായിട്ട് മസാല തേച്ചെടുക്കണം. നമുക്ക് വീട്ടിലിപ്പോൾ ഓവനോ അല്ലെങ്കിൽ ഗ്രില്ലോ ഒന്നും വേണ്ട അൽഫാം ഉണ്ടാക്കാനായിട്ട് ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ ധാരാളമാണ്. അല്ലെങ്കിൽ ദോശക്കല്ലായാലും മതി. ദോശക്കല്ലാണെങ്കിൽ നമുക്ക് അൽഫാം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുള്ള ഇത് വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമ്മളതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചൂടായ ദോശക്കല്ലിലോ ഫ്രൈ പാനിലോ തവയിലോ ഏതാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു തവയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മയോണൈസും കൂടെ ഉണ്ടാക്കാം.
അതിനായിട്ടൊരു മിക്സിയുടെ ജാറിൽ ഒരു ലെമണിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് എഗ്ഗാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം ഗാർലിക് കൂടി കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. മയോണൈസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ കഴിച്ച് തീർക്കണം. കൂടുതൽ സമയം അത് വയ്ക്കരുത്. എന്നുവെച്ചാൽ ഓയിലും ഉപ്പും മുട്ടയും എല്ലാം കൂടി ചേരുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ടൈം അത് വയ്ക്കരുത്. കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുക, കഴിക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഓയിൽ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് കുക്കായി വരണം. ചെറിയ തീയിൽ വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളൊരു ബേസിനിലോട്ട് മാറ്റി വയ്ക്കാം. ചാർക്കോളിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുകയൊക്കെ കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നമുക്ക് ബേസിനിൽ വെച്ചിട്ട് ഒരു ചെറിയ പീസ് ചാർക്കോള് ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും വെച്ചിട്ട് അല്പം ഓയിലോ നെയ്യോ അതിലൊഴിച്ച് കൊടുക്കാം. അപ്പം നല്ല പുക ഇങ്ങനെ വരും. പെട്ടെന്നൊരു ബേസിന് പാത്രം വെച്ച് അടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുകയൊക്കെ നിന്നിട്ട് ഒരു സ്മോക്കി ടേസ്റ്റൊക്കെ വരും ചിക്കനിൽ. അപ്പം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഗുബൂസൊക്കെ വെച്ച് ഒന്ന് സെർവ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.